ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ പാക്ക് ഇന്നും നമ്മുടെ ഒരു ഹെയർ പാക്ക് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണൂല അത് എന്താണെന്ന് അല്ലേ? അപ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു ഇല മാത്രം മതി. ആ ഒരു ഇല വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, ട്രൈ ചെയ്ത് നോക്കിയവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ മുരിങ്ങയില ഹെയർ പാക്ക്. നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ താരനായിക്കോട്ടെ, മുടി പൊട്ടി പോകുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് കയറുന്നതായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾക്ക് നമ്മുടെ തലയിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുന്നതൊക്കെ ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും കൂടി ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഹെയർ പാക്ക്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ മുരിങ്ങയില നല്ലതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം. അപ്പോൾ അതുകൂടി ചേർത്താലാണ് നമ്മുടെ ഹെയർ പാക്ക് ഇന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ നമ്മുടെ മുടിക്ക് എണ്ണമയം നിലനിർത്താനും അതുപോലെ തന്നെ നല്ല കണ്ടീഷണറൊക്കെ ആവും. ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മുരിങ്ങയില ഹെയർ പാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മുരിങ്ങയില ഹെയർ പാക്ക്. അങ്ങനെ വലിയ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, വെറുതെ ഇത് തല മുടി കഴുകുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊരു എഫക്റ്റ് കിട്ടിയത് എന്തായാലും ഇങ്ങനെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരമെങ്കിലും തലയിൽ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ മുരിങ്ങയിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാൽ അങ്ങനെ തീരെയല്ല. കാരണം മുരിങ്ങയില നമുക്ക് ഒത്തിരി അതുപോലെ എഫക്റ്റീവാണ് നമ്മുടെ മുടിയുടെ ഒരു A to Z പ്രോബ്ലംസിന്. കാരണം മുടി പൊഴിയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുടി പൊഴിയുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത്, പിന്നെ നമ്മുടെ തലയിലെ താരൻ, അപ്പം അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് മുരിങ്ങയില യൂസ് ചെയ്യാം. നമുക്കിത് പല രീതിയിൽ പാക്കുകൾ ആക്കി യൂസ് ചെയ്യാം കേട്ടോ. ചിലവർ നമുക്കിതിനകത്ത് കറ്റാർവാഴ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ചെമ്പരത്തി താളിയൊക്കെ ചെമ്പരത്തി ഇല ആഡ് ചെയ്ത് നമുക്ക് താളിയായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ചേരുന്ന രീതി അവർക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാനിന്നിവിടെ തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ലൊരു കണ്ടീഷണറാണ്, നമ്മുടെ മുടി നല്ലപോലെ ഒന്ന് സ്മൂത്താക്കും. പിന്നെ അങ്ങനെ മുടി വേഗം പൊട്ടി പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഈ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പം ഈ മുരിങ്ങയില ശരിക്കും നമ്മുടെ മുടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞു മുടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേഗം തന്നെ വളരാനും അതുവഴി നമുക്ക് മുടിയുടെ ഒരു വേഗം തന്നെ ഒരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് മുരിങ്ങയില സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിൽ മുരിങ്ങയില ഉള്ളവരൊക്കെ വേഗം പോയി മുരിങ്ങയില പറിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മളിത് എന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്കിങ്ങനെ നീരിറക്കം ഉള്ളവരും അതുപോലെ വേഗം കോൾഡ് വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ഒരു ദിവസം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത്. നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെക്കുക. 10-20 മിനിറ്റ് ഒന്നും വെക്കണ്ട. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരൊക്കെ ഒരു 10 മിനിറ്റൊക്കെ വെക്കുക. അതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകി കളയുക. ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രയും എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ഈ മുരിങ്ങയിലയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ.